കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ പറയുന്ന ടിപ്പുവിൻ്റെ കഥ വ്യാപകമായ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഒരു പ്രേക്ഷകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ടിപ്പു സുൽത്താൻ എന്ന് പറയരുത്, പകരം ടിപ്പു സാത്താൻ എന്ന് പറയണം. അപ്പോൾ ആളുകളുടെ, പ്രത്യേകിച്ചും മലബാർ മേഖലയിലുള്ള ആളുകളുടെ ഒരു വികാര ബഹിർസ്ഫുരണമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രമാത്രം അവർ മുൻ തലമുറകളിൽ നിന്ന് ടിപ്പുവിൻ്റെ ക്രൂരതയുടെ കഥകൾ കേട്ടിട്ടുണ്ട്. കഥകളല്ല, അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വല്ലാത്ത വികാര വായ്പോടെയാണ് മലബാറിലെ ആളുകൾ പ്രത്യേകിച്ചും നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നത്. ഏതായാലും ടിപ്പു, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ടിപ്പു മലബാറിൽ നടത്തിയ ക്ഷേത്ര ധ്വംസനങ്ങളെക്കുറിച്ചാണ്. അത് പ്രേക്ഷകർ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. വലിയ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ താഴെ വന്നിട്ട് അതല്ല ഞങ്ങളുടെ നാട്ടിലെ ഇന്ന ക്ഷേത്രങ്ങൾ നമ്മൾ പറയുകയും ചെയ്തു, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമെന്നുള്ളത്. മറ്റു ചിലരുടെ ഒരു ആവശ്യം എനിക്ക് സാറിൻ്റെ ഒരു ശ്രദ്ധപ്പെടുത്താനുള്ളത്, ഇത് സംബന്ധിച്ച് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ്, ആധികാരികമായ രേഖകൾ, അത് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനത്തെ എപ്പിസോഡിൽ പറയാം. ഏതായാലും ഇന്ന് ടിപ്പു എന്ന സുൽത്താനോ സാത്താനോ അയാളുടെ ക്രൂരതകളുടെ എന്ത് കഥയാണ്, എന്ത് ചരിത്രമാണ് സാറ് പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്? ഇന്ന് ഞാൻ പറയുന്നത് 2 നാടുവാഴികളെ ടിപ്പു ഉന്മൂലനം, മലബാറിലെ 2 നാടുവാഴികളെ ടിപ്പു ക്രൂരമായി ഉന്മൂലനം ചെയ്ത കഥയാണ് പറയുന്നത്. ചരിത്രം, കഥ എന്നല്ല എന്ന് പറഞ്ഞാൽ ചരിത്ര കഥ, അതാണ് പറയുന്നത്. ചരിത്ര സംഭവം. ഞാൻ ഈ പൊതുവെ സംസാരിക്കുമ്പോൾ അത് വാർത്തയായാലും കൊള്ളാം, ഈ ഇത്തരം സംഗതികളും ആയാലും കൊള്ളാം, ചരിത്രരേഖകൾ വെച്ചിട്ട്. വാർത്തകളാണെങ്കിൽ അത് ഏത് സാധാരണ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, അത് ഇന്ന കത്തിൽ ഇന്ന ആൾക്ക് എഴുതിയ കത്ത് എന്ന് പറഞ്ഞിട്ടാണല്ലോ സാർ ഇതെല്ലാം പറയുന്നത്. അതെ, അത് പറഞ്ഞത് അത് ക്രിക്പാട്രിക്കിന്റെ സെലക്ടഡ് ലെറ്റേഴ്സ് ഓഫ് ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നുള്ളതാണ് ഞാൻ അത് പറഞ്ഞത്. അത് അപ്പോൾ പറഞ്ഞില്ല, അവസാനം ഈ നമ്മളിത് ഏതൊക്കെ പുസ്തകങ്ങളിൽ നിന്നാണ് എടുത്തതെന്ന് നമുക്ക് പറയാം അവസാനത്തെ എപ്പിസോഡ് വരുമ്പോൾ. ഇപ്പോൾ മലബാറിൽ ടിപ്പു ആദ്യം വന്നത് പാലക്കാട് ചുരം വഴി, രണ്ടാമത് വന്നത് താമരശ്ശേരി ചുരം വഴി. അങ്ങനെയാണ് ഈ 1784 രണ്ടാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം, ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ടിപ്പുവും ഹൈദറിൻ്റെ കാലം മുതലുള്ള യുദ്ധങ്ങൾ ഉണ്ടല്ലോ, ആ യുദ്ധം കഴിയുമ്പോൾ ഓരോ ഉടമ്പടി വയ്ക്കും. ഇതാണ് ആംഗ്ലോ മൈസൂർ യുദ്ധം എന്ന് പറയുന്നത്. 1784 മംഗലാപുരം ഉടമ്പടി രണ്ടുപേരും തമ്മിൽ ഉണ്ടായി. അങ്ങനെ മലബാർ ടിപ്പുവിന് കൊടുത്തു ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അങ്ങനെ കൊടുത്തപ്പോൾ അവിടുത്തെ ഒരു പ്രദേശം മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന കുറുങ്ങോത്ത് നായർ ഒഴികെയുള്ളവരൊക്കെ ആ ഉടമ്പടിയുടെ ഭാഗമായി. കുറുങ്ങോത്ത് നായർ ഇടം തടിച്ച് നിന്നു ടിപ്പുവിൻ, കാരണം ഒരു നായർ പടയൊക്കെ കയ്യിലുണ്ടല്ലോ. പൊതുവെ ആ കാലത്തെ പടം മുഴുവൻ നയിക്കുന്നത് നായർ സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ തെക്കൻ മലബാറിൽ ടിപ്പുവിൻ്റെ നേതൃത്വത്തിലൊക്കെ വ്യാപകമായ കൊള്ളയൊക്കെ നടക്കുന്നുണ്ട്. വടക്കൻ മലബാർ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ടിപ്പു നോക്കുന്നത്. കാരണം കുറച്ചുകൂടി വരേണ്യ മുസ്ലിങ്ങൾ ഒക്കെയുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് തെക്ക് പക്ഷേ ഒരു അടിമ രാജ്യമായിട്ടാണ് ടിപ്പു കണ്ടുകൊണ്ടിരുന്നത് ഈ മലബാറിൻ്റെ. ഓരോ രാജാവിനും ഈ 1 വർഷത്തേക്കുള്ള കപ്പം നിശ്ചയിച്ചിരുന്നു. ആദ്യം നിശ്ചയിച്ച കപ്പം പിന്നെ 1 കൊല്ലം കഴിയുമ്പോൾ കൂട്ടുന്നുണ്ട്. ആദ്യം നിശ്ചയിച്ച കപ്പം പറയാം. കടത്തനാട് രാജാവ് 50,000 രൂപ. കോട്ടയം 1,00,000. മലബാറിലെ കോട്ടയം. മലബാറിലെ കോട്ടയം. അതെ. ചിറക്കൽ 1,25,000. 1785 ഇത് പുതുക്കുന്നുണ്ട് വീണ്ടും. അത് കഴിഞ്ഞ് പഴശ്ശിക്ക് വയനാടിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെടുന്നുണ്ട് ഈ ടിപ്പുവിൻ്റെ ഇതിൻ്റെ അകത്ത്. ഈ ടിപ്പുവുമായിട്ട് ശത്രുതയിൽ കുറേ മലബാർ മൂപ്പന്മാരും അത്തൻ കുരുക്കൾ തുടങ്ങി ചില മലബാർ മൂപ്പന്മാരുമൊക്കെ അവർക്ക് സ്വന്തം നിലയ്ക്ക് നികുതി അതായത് അർഷദ് ബേഗ് എന്ന് പറഞ്ഞൊരു ഗവർണറെ നിശ്ചയിച്ചിരുന്നപ്പോൾ അദ്ദേഹം കുറച്ച് മാപ്പിള മൂപ്പന്മാരെ അത്തൻ ഗുരുക്കൾ തുടങ്ങി നികുതി പിരിക്കാൻ ഏൽപ്പിച്ചിരുന്നു. ടിപ്പു പിന്നീട് സ്വതന്ത്രമായിട്ട് അതിന് മുതിരുമ്പോൾ ഈ മാപ്പിള മൂപ്പന്മാരും എതിർക്കുന്നുണ്ട്. ഈ മാപ്പിള മൂപ്പന്മാരിൽ ചിലർ പോയിട്ട് പഴശ്ശിരാജയുടെ കൂടെ സഖ്യത്തിലേർപ്പെട്ടിട്ട് ശല്യം ഉണ്ടാക്കുന്നുണ്ട് ടിപ്പുവിനൊക്കെ. അങ്ങനെ പഴശ്ശിക്ക് വയനാടിൻ്റെ ഒരു ഭാഗം പോയി. രാജാക്കന്മാർ പൊതുവെ ടിപ്പുവിൻ്റെ കീഴിലുള്ള സമീന്ദാർമാർ മാത്രമായി
ചുരുങ്ങി. എന്ന് പറഞ്ഞാൽ രാജഭരണമൊന്നുമില്ല, കപ്പം കൊടുത്ത് ഇങ്ങനെ കഴിയുക, കുഴപ്പം പറ്റാതെ തടി കേടാക്കാതെ കഴിയുക എന്നുള്ളതായി. ഈ അർഷദ് ബേഗ് എന്ന് പറഞ്ഞ ആളെ മിലിറ്ററി ഗവർണറാക്കി, മിർ ഇബ്രാഹിമിനെ സിവിൽ ഗവർണറാക്കി. മലബാറിൽ 2 ഗവർണർമാരും വന്നു, സൈനികവും മറ്റേ ടാക്സും ഒക്കെ പിടിക്കാനുള്ളത്. ഈ അത്തൻ കുരുക്കൾ എന്ന് പറഞ്ഞ മലബാർ മൂപ്പൻ ഈ സാമൂതിരി കുടുംബത്തിലൊരു വിമതനുണ്ടായിരുന്നു, പടിഞ്ഞാറക്കോവിലത്തെ രവിവർമ്മ. ഈ രവിവർമ്മയുമായിട്ടൊക്കെ ചേർന്ന് കുറെ കാലം നടന്നു. സാമൂതിരി കുടുംബം പലതരത്തിൽ ഇങ്ങനെ ഹിന്ദു വിരുദ്ധമായിട്ടും പലതും ചെയ്തിട്ടുണ്ട്. 1786 ബേഗ് രാജിവെച്ചിട്ട് ടിപ്പു തന്നെ വന്ന് ഈ കലാപങ്ങളൊക്കെ ശാന്തമാക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഈ മറാത്ത നൈസാം ഉടമ്പടിയൊക്കെ കഴിഞ്ഞിട്ട് മലബാറിലേക്ക് ടിപ്പു പൂർണ്ണമായിട്ട് ഈ മലീമസമാക്കാനും ആളുകളെ ഉന്മൂലനം ചെയ്യാനുമായിട്ടൊക്കെ വരുന്നത്. ഇവിടെ ഒരു കാര്യം പറയണം എന്ന് തോന്നുന്നുണ്ട്. അതായത് ഹൈദരാലി ഒരു ഫൗജ്ദാർ, അതായത് വെറുതെ ഒരു പട്ടാളക്കാരനായിരുന്ന ആളാണ്. അതെ, മൈസൂർ രാജാവിൻ്റെ കൂടെ പിന്നെ പിടിച്ചടക്കുകയാണല്ലോ. അങ്ങനെ പിടിച്ചടക്കി കഴിയുമ്പോൾ സ്വയം മഹാനാണെന്ന് ഹൈദരാലിക്ക് തോന്നിയിട്ട് ടിപ്പുവിന് ഹൈദരാബാദിലെ നൈസാമിൻ്റെ മകളെ നിക്കാഹിനെ ആലോചിച്ച് ഹൈദരാബാദിൽ പോയി. ഹൈദരാബാദ് നൈസാമിന് ഈ ഹൈദരാലി ഒരു ശരിക്കുള്ള മുസ്ലിമാണോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയം വന്നു. അങ്ങനെ നിരസിച്ചു. അങ്ങനെ ഒരു അനുഭവം ടിപ്പുവിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. നൈസാമിൻ്റെ ഭാഗത്തുനിന്ന് വരണ്യ മുസ്ലിമായിട്ട് ഹൈദരാലിയെ ടിപ്പുവിനെ കൂട്ടിയിട്ടില്ല അവർ. അങ്ങനെ ആ മറാത്ത നൈസാം ഉടമ്പടി കഴിഞ്ഞ് മലബാറിൽ വന്നിട്ട് കമ്പനിയുമായി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഏതൊക്കെ രാജാക്കന്മാർ തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ടോ ഇതൊക്കെ ചൂഷണം ചെയ്യാൻ തുടങ്ങി ടിപ്പു. ചിറക്കൽ രാജകുമാരൻ നസ്രാന, അതായത് ഒരു കപ്പം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം എന്ന് നിശ്ചയിച്ചു. അപ്പോൾ ചിറക്കൽ ഇത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും തുക. ചിറക്കൽ രാജകുമാരൻ ഇംഗ്ലീഷുകാർക്കും കൊടുക്കണം, ഇയാൾക്കും കൊടുക്കണം. അതിനും മാത്രമുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ഇത് മുഴുവൻ കുടിശ്ശികയായി. ചിറക്കൽ രാജകുമാരൻ പ്രിൻസ് എന്നാണ് ഇംഗ്ലീഷ് രേഖകളിലൊക്കെ കാണുന്നതെങ്കിലും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇനി സംസാരിക്കുമ്പോൾ ചിറക്കൽ രാജാവ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ വാണിജ്യ ഉപരോധങ്ങൾ ആ കാലത്ത് തന്നെ ടിപ്പുവിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. കമ്പനിക്ക് കുരുമുളക് കൊടുക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. കാരണം ഫ്രഞ്ചുകാരുമായിട്ട് വലിയ ലോഹ്യമാണല്ലോ ടിപ്പുവിന്. അപ്പോൾ നിങ്ങൾ ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു. കുറുങ്ങോത്ത് നായർ, ഞാൻ പറയുന്ന ആ പ്രദേശം അടക്കി വാഴുന്ന മാടമ്പി, കുറുങ്ങോത്ത് നായർക്ക് അപ്പോൾ കമ്പനിക്ക് കൊടുക്കാനുള്ള കുരുമുളകില്ല. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്ടമില്ലാത്ത ബന്ധം അയാളുമായിട്ട് വന്നു. അപ്പോൾ ഇരുവഴി നാടാണ് കുറുങ്ങോത്ത് നായർ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലം. ഇരുവഴി നാട്ടിലെ നായന്മാർ കുറുങ്ങോത്ത് നായരുടെ നേതൃത്വത്തിൽ ടിപ്പുവിനെതിരെ കലാപത്തിൽ ഏർപ്പെട്ടു അവർ. അങ്ങനെ ഈ കുറുങ്ങോത്ത് നായരെ ടിപ്പു പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് ശ്രീരംഗപട്ടണത്ത് തൂക്കിക്കൊന്നു. അതാണ് ഒന്നാമത്തെ നാടുവഴിയുടെ കൊലപാതകം. 1789 വീണ്ടും ടിപ്പു മലബാറിൽ വന്നു. ആ സമയത്താണ് മലബാറിൽ നിന്ന് ഹിന്ദുക്കൾ ഈ കൊച്ചി, തിരുവിതാംകൂറിലേക്ക് വലിയ തോതിൽ പലായനം ചെയ്യുന്നത്. താമരശ്ശേരി ചുരം വഴി വന്നിട്ട് കടത്തനാട്ടിലേക്കാണ് കയറുന്നത്. ആദ്യം താമരശ്ശേരി വന്ന കടത്തനാട്ടിലേക്കാണല്ലോ കയറേണ്ടത്. അതെ. അങ്ങനെ ആദ്യം നായർമാർക്കെതിരായ വിളംബരം പുറപ്പെടുവിച്ചു. ഈ നായന്മാർക്കെതിരായ വിളംബരത്തിനെ പറ്റി ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. അവർക്ക് ലൂസ് മോറൽ ആണ്, ധാർമ്മികമായിട്ട് സ്ത്രീകളെ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഈ നായർ വിളംബരത്തിനെയും ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ PK ബാലകൃഷ്ണൻ ന്യായീകരിക്കുന്നുണ്ട് കേട്ടോ. ടിപ്പു ചെയ്ത ഒരു മഹത്തായ കാര്യമാണ്, ഇവർക്ക് ധാർമ്മിക ബോധം ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. കേരളത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ടിപ്പുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ രാജവംശങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ പൊതുവെ നായന്മാർക്ക് പണിയില്ലാതെ വന്നു. കാരണം അവരാണല്ലോ പട നയിച്ചിരുന്നത്.
ഇപ്പോൾ കപ്പം കൊടുത്ത് ടിപ്പുവിന് വേണ്ടി കഴിയുകയാണല്ലോ ഈ രാജാക്കന്മാർ സെമീന്ദാർമാരായിട്ട്. ബ്രാഹ്മണർക്ക് നിയന്ത്രണങ്ങൾ വന്നു. ടിപ്പുവിൻ്റെ നായന്മാർക്ക് ജോലിയില്ല. ബ്രാഹ്മണർ പല കാര്യങ്ങളിലും ദൂതരാകണം എന്ന് ടിപ്പു ഇൻസിസ്റ്റ് ചെയ്തിരുന്നു. അതായത് ഇയാൾ കൊടുക്കുന്ന കടലാസുകളൊക്കെ തലശ്ശേരി ഫാക്ടറിയിൽ പണ്ടകശാല അവിടെയൊക്കെ കൊടുക്കാനൊക്കെയുള്ള ജോലി ഉണ്ടല്ലോ, കൊറിയർ ജോലി, ഇതിലൊക്കെ ബ്രാഹ്മണരെ നമ്മൾ നിർബന്ധിച്ചു. അതിനൊന്നും അവർ വഴങ്ങിയില്ല. അങ്ങനെ വഴങ്ങിയില്ല എന്ന് പറയുന്നവരെയൊക്കെ ശ്രീരംഗപട്ടണത്തിലേക്ക് കൊണ്ടുപോകും. തൂക്കിക്കൊല്ലൂലി മതം മാറ്റും. മതം മാറില്ല എന്ന് പറയുന്നവരെയാണ് തൂക്കിലേക്കുന്നത്. അങ്ങനെ കോട്ടയം, കടത്തനാട് രാജാക്കന്മാർ ഞങ്ങളുടെ നാട്ടിലെ ബ്രാഹ്മണരെ സംരക്ഷിക്കാൻ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എഴുതി. കോട്ടയം, കടത്തനാട്ട് രാജാക്കന്മാർക്കും പ്രജകൾക്കും എതിരെ തിരിഞ്ഞു. അപ്പോൾ ഇങ്ങനെ എഴുതിയല്ലോ കമ്പനിക്ക്. ആ രാജാക്കന്മാർക്കെതിരെ ടിപ്പു തിരിഞ്ഞു. അപ്പോൾ തലശ്ശേരിയിൽ ഈ കടത്തനാട്, കോട്ടയം രാജാക്കന്മാർ തലശ്ശേരി പണ്ടകശാലയിൽ, തലശ്ശേരി ഫാക്ടറി ഇവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഇവർ തലശ്ശേരി ഫാക്ടറിയിൽ ഇവർ അഭയം തേടിക്കഴിഞ്ഞാൽ ടിപ്പുവിൽ നിന്ന് രക്ഷയാണ്. അങ്ങോട്ട് ഇയാളെ ആക്രമിക്കാൻ ചെല്ലില്ലല്ലോ. അപ്പം അവിടെ അവർ അഭയം തേടിയിട്ട് 10 ലക്ഷം രൂപയായിട്ട് തിരുവിതാംകൂറിലേക്ക് വള്ളത്തിൽ ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് ടിപ്പു ആരോപിച്ചു. ചിലപ്പോൾ ശരിയായിരിക്കാം, അങ്ങനെ ആരോപിച്ചു. അത് മാർച്ച് 12-ന് ടിപ്പുവിൻ്റെ സേന കടത്തനാട് ആക്രമിച്ചു. എന്നിട്ട് കുറ്റിപ്പുറം കോട്ട, കുറ്റിപ്പുറത്തൊരു വലിയ കോട്ട ഉണ്ടെന്ന്, കുറ്റിപ്പുറം കോട്ട പിടിച്ചു. കുറ്റിപ്പുറം കൊട്ടാരവും പിടിച്ചു. ഇപ്പം ഇതൊന്നുമില്ല, കുറ്റിപ്പുറം കോട്ടയൊന്നും ഇല്ല. എവിടെയാണെന്ന് പോലും ആൾക്ക് അറിയില്ലായിരിക്കും അല്ലേ? കുറ്റിപ്പുറം കോട്ട പിടിച്ചു. ചിലപ്പോൾ സ്ഥലവാസികൾക്ക് അറിയാമായിരിക്കാം, ചിലപ്പോൾ അറിയാമായിരിക്കാം. എന്നിട്ട് ഈ കുറേ ദിവസങ്ങൾ ഈ നായന്മാർ കോട്ടയ്ക്കകത്ത് ടിപ്പുവിനെതിരെ ഫൈറ്റ് ചെയ്ത് നിന്നു. പക്ഷേ അത്രയും ദിവസം പ്രതിരോധിച്ച് നിന്നെങ്കിലും ഈ പ്രതിരോധിച്ച് 2000 നായന്മാരെ പിടികൂടിയിട്ട് ശ്രീരംഗപട്ടണത്ത് കൊണ്ടുപോയി ഇസ്ലാമിലേക്ക് മാറ്റി. ഇതൊരു കൂട്ടമതം മാറ്റം ഉണ്ടായ ഒരു വലിയ സീജ് ഓഫ് ഈ കുറ്റിപ്പുറം കോട്ട എന്ന് പറയുന്നത്, കുറ്റിപ്പുറം ഫോർട്ട് നടന്നതൊരു വലിയ ചരിത്ര സംഭവമാണ് ആ കാലത്തെ. 1789 ജനുവരി 2-ന് ഇംഗ്ലീഷുകാർ ധർമ്മപട്ടണം പിടിച്ചു. ആ സമയത്ത് ചിറക്കൽ രാജാവ്, നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ, ചിറക്കൽ രാജാവ് തലശ്ശേരി പണ്ടകശാലയിൽ അഭയം തേടി. സ്വാഭാവികം, അഭയം കൊടുത്തില്ല അവര്, ബ്രിട്ടീഷുകാർ. എന്താന്ന് വെച്ചാൽ ഒരു ന്യൂസൻസ് ടിപ്പുവിനെതിരെയുള്ളത് നമ്മൾ വേലിക്കലിരുന്ന പാമ്പിനെ തലയാക്കേണ്ട കാര്യമില്ല എന്ന് തീരുമാനിച്ചു. മാർച്ച് 23-ന് ചിറക്കൽ കുടുംബത്തിന് മുഴുവൻ തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്യാനായിട്ട് രാജാവ് സമ്മതിച്ചു. അങ്ങനെ വിട്ടു. സാമൂതിരിയും അങ്ങനെയാണ് ചെയ്തിരുന്നത് നേരത്തെ. എന്നിട്ട് ഈ ചിറക്കൽ രാജാവ് കൊല്ലപ്പെട്ടതിനെ പറ്റി വേർഷനുകളിൽ വ്യത്യാസമുണ്ട്. ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറയുന്നൊരു വേർഷനുണ്ട്. അത് കഴിഞ്ഞ് ടിപ്പുവിൻ്റെ സേനയുമായി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് വിൽക്സ് എഴുതുന്ന ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഫൈറ്റ് ചെയ്ത് തന്നെ മരിച്ചതാണെന്ന്. രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ കൊലപ്പെടുത്തിയതാണ് ടിപ്പു എന്ന് പറയുന്ന ഒരു വേർഷനും ഉണ്ട്. അതെന്തെങ്കിലും ആകട്ടെ, കൊല്ലപ്പെട്ടത് എങ്ങനെയെങ്കിലും ആകട്ടെ. അത് കഴിഞ്ഞ് ഈ ജഡത്തിനോട് ടിപ്പു എങ്ങനെ പെരുമാറി എന്നുള്ളതാണ്. ടിപ്പു ആനകളെ കൊണ്ട് ഈ ചിറക്കൽ രാജാവിൻ്റെ ജഡം അയാളുടെ ക്യാമ്പിൽ കൂടി വലിപ്പിച്ചു. ജഡം ഇങ്ങനെ എല്ലാവരെയും കാണെ വലിപ്പിച്ചു കൊണ്ടുപോവാണ്. 17 അനുയായികളുടെ ജഡവും കൂടി ഈ കൂട്ടത്തിലുണ്ടായിരുന്നു രാജാവിൻ്റെ. എന്നിട്ട് ഇങ്ങനെ നാട് മുഴുവൻ കാണുക ഈ ജഡം വലിപ്പിച്ചിട്ടാണ് മരത്തിൽ കെട്ടിത്തൂക്കുന്നത് ചിറക്കൽ രാജാവിൻ്റെ. അതാണ് രണ്ടാമത്തെ നാടുവാഴിയുടെ ആ പ്രതിരോധിച്ച് നിന്ന നാടുവാഴി. സത്യത്തിൽ ഇവരൊക്കെ നമ്മുടെ നാടിൻ്റെ സംസ്കാരവും നാടിനെയും സംരക്ഷിക്കാൻ വേണ്ടി ടിപ്പു എന്ന ഈ രാക്ഷസനോട് പൊരുതിയ ദേശാഭിമാനികളാണ്. ഇവരെ ആരും ഓർക്കുന്ന പോലും ഇല്ല അല്ലേ? ചരിത്രങ്ങളൊക്കെ ചരിത്രം ഒരിടത്തും ഇല്ല. അല്ല മഹാനായ ടിപ്പു എന്ന് മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ അടിയിൽ വന്നിട്ടും മറ്റേ ശൃംഗേരിക്ക് സഹായം കൊടുത്തു,
പിന്നെ ഹിന്ദു മന്ത്രിമാരെ വെച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ അന്ധവിശ്വാസിയാണ്. അപ്പൊ ഹോറോസ്കോപ്പൊക്കെ കൊണ്ടുപോയി ഇടക്കിടക്ക് ജോത്സ്യന് കൊടുക്കുന്നൊക്കെയാണ്. അവര് പറയുന്ന പോലെ ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ നെടുങ്കോട്ട യുദ്ധം തോറ്റുപോയല്ലോ. നമ്മൾ ആലുവയിലെ വെള്ളപ്പൊക്കത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ. നെടുങ്കോട്ട യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞപ്പോൾ സ്വന്തം ഭാവിയെ പറ്റി വലിയ സംശയം ഉണ്ടായി, മരണം അടുക്കുകയാണെന്നൊക്കെ. അപ്പോഴാണ് കൂടുതൽ അന്ധവിശ്വാസത്തിൽ ഏർപ്പെട്ടത്. ആ സമയത്ത് ജ്യോത്സ്യന്മാർ പറഞ്ഞനുസരിച്ചിട്ടാണ് ഈ അമ്പലത്തിനുള്ള സഹായം, ശൃംഗേരി മഠത്തിനുള്ള സഹായമൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് ചരിത്രത്തിലുള്ളത്. അന്ധവിശ്വാസം എന്ന് പറയുന്നത് ടിപ്പുവിനെ സംബന്ധിച്ച് അന്ധവിശ്വാസമായിരുന്നു ജ്യോതിഷം, അല്ലേ? ടിപ്പുവിന്റെ കാഴ്ചപ്പാട് വിശ്വസിച്ചിരുന്നു. അല്ല, സാധാരണ ഞാൻ ടിപ്പു അല്ല, മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഹിന്ദുവിന്റെ വിശ്വാസം അന്ധവിശ്വാസം, അവിടെ അഭയം തേടേണ്ടി വന്നു. അതെ, അങ്ങനെ ചെയ്തു. എന്നിട്ട് ജ്യോത്സ്യന്മാർ പറഞ്ഞ പോലെ ചില അമ്പലത്തിൽ വഴിപാട് കൊടുത്തു. മൂകാംബിക ക്ഷേത്രത്തിൽ അങ്ങനെയാണല്ലോ, അങ്ങനെയാണ് ചെയ്തത്. മൂകാംബിക ക്ഷേത്രത്തിൽ ടിപ്പു ആക്രമിക്കാൻ വന്നപ്പോഴേക്ക് കൊള്ളയടിക്കാൻ വന്നതാണ്. അപ്പോൾ അവിടെ ദീപാരാധന നടക്കുകയാണ്. അത് ആ ദേവിയുടെ ചൈതന്യം കൊണ്ട് ടിപ്പു അവിടെ സ്തംഭിച്ചു പോയി. ഉടനെ അവസാനം സലാം പറഞ്ഞ് തിരിച്ചുപോയി. അപ്പോൾ സലാം ദീപ ആരതി എന്നും പറഞ്ഞൊരു ആരതി ഉണ്ട് അവിടെ. ടിപ്പു വന്ന് കീഴടങ്ങി പോയതാണ്. ഇനി ഒരു കാര്യം പറയട്ടെ, ഈ പല നമ്പൂതിരിമാരെയും പലായനത്തിന് പ്രേരിപ്പിച്ചെങ്കിലും നമ്മുടെ കാട്ടുമാടൻ നാരായണൻ്റേത് പോലുള്ള ഈ മന്ത്രവാദം ഇല്ലുണ്ടല്ലോ, അവരൊന്നും ചെയ്തു തൊട്ടില്ല. പേടിച്ചു പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു സെക്കുലർ ആണ്. അതാണ് സെക്കുലർ. തന്നെ തടി കേടാവൂന്ന് കണ്ടാൽ അങ്ങോട്ട് എടുക്കില്ല. അതായിരുന്നു. അപ്പോൾ പിന്നെ കടത്തനാടും ചിറക്കിലും 1789 അങ്ങേരുടേതായിട്ട് മാറുന്നുണ്ട്. പഴശ്ശിരാജ ആ സമയത്ത് ടിപ്പുവിനെതിരെ ഗറില്ല യുദ്ധം നടത്തുന്നുണ്ട്. പഴശ്ശിരാജ ഈ പ്രതിരോധിച്ച് നിന്നൊരാളാണ്. പഴശ്ശിരാജയെ കുറിച്ചൊരു വലിയ സിനിമ, മമ്മൂട്ടിയുടെ സിനിമ ഒന്നുമില്ല. അതിനകത്ത് ടിപ്പുവിനെതിരെയുള്ള പഴശ്ശിയുടെ പോരാട്ടം ഒന്നുമില്ലെന്നാ തോന്നുന്നു. ഒന്നുമില്ല അതിൻ്റെ അകത്ത്. അത് വെച്ചാൽ സിനിമ ഓടൂല, പ്രത്യേകിച്ച് മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമയല്ലേ. അതെ, അത് ഈ മാപ്പിളം മൂപ്പന്മാരുടെ കൂടെയൊക്കെയാണ് ആ പ്രതിരോധമൊക്കെ ചെയ്യുന്നത്. പക്ഷെ പഴശ്ശിരാജ വേറൊരു അവതാരത്തിൽ ചില മോസ്കുകൾ നിരപ്പാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനൊരു വശവും പഴശ്ശിരാജയ്ക്കുണ്ട്. ടിപ്പു ഈ സമയത്ത് ഈ കുറേ മാപ്പിളമാർ ഈ തെക്കൊക്കെ ഉള്ളവരും ഒക്കെ ഈ ഇടന്തടിച്ച് നിൽക്കുന്നുണ്ടല്ലോ ടിപ്പുവിനോട്. അത് രാഷ്ട്രീയമായി പരിഹരിക്കാനായിട്ട് ടിപ്പു ഒരു വേല ചെയ്തു. എന്താന്ന് വെച്ചാൽ, ടിപ്പുവിൻ്റെ മകൻ അബ്ദുൾ ഖാലിക്കിനെ കൊണ്ട് അറക്കൽ ബീവിയുടെ മകളെ നിക്കാഹ് ചെയ്യിക്കുന്ന ഒരു പരിപാടി. രണ്ടുപേരും കുട്ടികളാണ്. അബ്ദുൾ ഖാലിക്കും അറക്കൽ ബീവിയുടെ 9 വയസ്സ് 10 വയസ്സ്, അത് കുഴപ്പമില്ല പ്രായം, നിക്കാഹ് ചെയ്യിക്കുന്നത്. പക്ഷെ അവരൊക്കെ ഒരുമിച്ച് കഴിയാനുള്ള അവസരമൊന്നും കിട്ടിയില്ല. ഇത് ലോകന്റെ മലബാർ മാനുവലിലും ഉണ്ട്, എ ശ്രീധര മേനോന്റെ കേരള ചരിത്രത്തിലും ഉണ്ട്. അല്ല, അക്കാലത്ത് ഈ കേരളത്തിൽ പൊതുവെ ഈ ബാലവിവാഹം ഉണ്ടായിരുന്ന കാലമാണ്. നമ്മൾ വടക്കൻ പാട്ടിലൊക്കെ കാണത്തില്ലേ, ഇപ്പോൾ ഉണ്ണിയാർച്ചയുടെ കഥ പറയുമ്പോഴും ഒക്കെ. പക്ഷെ അവർ എന്നിട്ട് ഒന്നിച്ച് കഴിയുമൊന്നുമില്ല കുട്ടികൾ, ഒരു ചടങ്ങ് പോലെ നടക്കുകയാണ്. ഇല്ല, അങ്ങനെയാണല്ലോ ചന്തുവിന് ആരോമൽ ചകവരോട് ദേഷ്യം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഇതിൽ ഒന്നിച്ച് കഴിയാനുള്ള ഒരു നിവൃത്തിയില്ല. എന്താന്ന് വെച്ചാൽ, പിന്നെ ശ്രീരംഗപട്ടണം വീഴുമ്പോൾ ഈ അബ്ദുൾ ഖാലിഖ് ഉൾപ്പെടെയുള്ള ഇയാളുടെ മക്കളെയും മറ്റേ ഹാരെയും അന്തപുരത്തിലെ വെപ്പാട്ടികളെ എല്ലാം കൂടി കൊണ്ടുപോയി വെല്ലൂരിൽ തടവിലാക്കുകയാണ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ. അബ്ദുൾ ഖാലിഖ് താമസിയാതെ തന്നെ തടവിലായിപ്പോയി. പിന്നെ എന്ത് നിക്കാഹ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു രാഷ്ട്രീയ പരിഹാരം, പിന്നെ മാപ്പിളമാർ മുഴുവൻ ടിപ്പുവിന്റെ ഭാഗത്തായിപ്പോയി, സകലമാനം മാപ്പിളമാരും. കാരണം മറ്റേ കണ്ണൂരിന്റെ മരുമകനായല്ലോ. അതെ. അതോടെ ഇടഞ്ഞു നിന്ന മുസ്ലിങ്ങൾ കൂടെ കൂടി അങ്ങനെ ചെയ്തു അയാൾ ബീബുവിൻ്റെ. അതൊരു രാഷ്ട്രീയ വിജയമായി ഇയാൾക്ക് വന്നു. മാപ്പിളമാർ ബീബിയെ അനുസരിച്ചു. പിന്നെ ടിപ്പുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ബീബിയാണല്ലോ, നമ്മളിവിടെ ഉണ്ട് അയാളുടെ പ്രതിനിധിയായിട്ട് എന്നുള്ള മട്ടിൽ. അപ്പോൾ ടിപ്പു എന്നിട്ട് ചാവക്കാട്ട് വഴി കോയമ്പത്തൂർക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ശ്രീരംഗപട്ടണത്തെ ടിപ്പുവിൻ്റെ അവസാനമൊക്കെ വരുന്നത്. അതിന് മുമ്പുള്ള 2 നാടുവാഴികളുടെ ഉന്മൂലനത്തിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. നമുക്ക് നാളെ എന്താ നമ്മൾ പറയുക? എത്ര കഥകൾ പറയാൻ കിടക്കണു. ഇനി ആയാസ് ഖാന്റെ കഥ പറയാൻ. ആയാസ് ഖാന്റെ കഥ സിനിമാ കഥ പോലത്തെ കഥയാണെന്ന് പറഞ്ഞത്. നാളെ ആയാസ് ഖാന്റെ കഥ പറയാം. അത് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.